Good morning, students. Adutha university question enna the joint PDF of xy is given by f of xy is equal to k into x plus 2y, where x is equal to 1, 2, 3, y is equal to 1, 2, 3. Find first question k. The second one, marginal PDF of x, y. Then മൂന്നാമത്തെ question, probability of x less than 3, y greater than equal to 2. The June 2022 7 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യണം. ആദ്യം നമുക്ക് ടേബിൾ ഫോം ചെയ്യാം. ഇത് y, ഇത് x. ഇനി y-യുടെ വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1, 2, 3. y is equal to 1, 2, 3. x-ന്റെ വാല്യൂസ് തന്നിരിക്കുന്നത് എത്രയാണ്? 1, 2, 3. ആദ്യം ടേബിൾ നമ്മൾ ഫോം ചെയ്യും. x is equal to 1, 2, 3, y is equal to 1, 2, 3. ഇനി നമ്മുടെ f of xy എന്നുള്ള ഫംഗ്ഷൻ തന്നിരിക്കുന്നത് k into x plus 2y എന്നാണ്. k into x plus 2y. അപ്പൊ 1 ആണെന്ന് പറഞ്ഞാൽ x-ന് 1 കൊടുക്കുക, y-ക്ക് 1 കൊടുക്കുക. അപ്പോൾ 1 plus 2 that is equal to ഫസ്റ്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3k. ഫസ്റ്റ് വാല്യൂ 3k. അടുത്ത നമ്മള് 1, 2 x-ന് 1 കൊടുക്കുക, y-ക്ക് 2 കൊടുക്കുക. വീണ്ടും 4, 5k. അടുത്ത നമുക്ക് y-ക്ക് 3 കൊടുക്കുക, x-ന് 1 കൊടുക്കുക. അപ്പോൾ 26, 6, 7. ഫസ്റ്റ് റോ നമ്മൾ ഫില്ല് ചെയ്തു. 3k, 5k, 7k. ഇനി അടുത്ത റോയില് y-ക്ക് 1, x-ന് 2. അപ്പൊ 2, 2, 4k. രണ്ടാമത്തേല് 4k വരും. അടുത്ത y-ക്ക് 2ഉം x-ന് 2ഉം കൊടുക്കുക. y-ക്ക് 2 കൊടുക്കുമ്പോൾ 4, 4, 6, 6k. 6k. ഇനി അടുത്ത y-ക്ക് നമ്മള് 3 കൊടുക്കുക, x-ന് 2 കൊടുക്കുക. y-ക്ക് 3 കൊടുക്കുമ്പോൾ 26, 6, 2, 8. ഇനി അടുത്തതില് 1, 3 y-ക്ക് 1 കൊടുക്കുക, 2, x-ന് 3 കൊടുക്കുക. അപ്പൊ 3, 2, 5. കുളത്തില് 5k വരും. അടുത്ത് y-ക്ക് നമ്മള് 3 ഇതാണ് 2, 3, 2 ആണ്. 3, 2 ആകുമ്പോൾ y-ക്ക് 2 കൊടുക്കുക, 2, 4, x-ന് 3 കൊടുക്കുക, 7k. അടുത്തത് y-ക്ക് 3 കൊടുക്കുക, 26, 6, 3, 9. 5k, 7k, 9k. അപ്പൊ നമ്മള് ഈ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ ഫോം ചെയ്തു. അതിലെ ഓരോ കോളവും 9 കോളവും നമ്മൾ ഫില്ല് ചെയ്തു. 3k, 5k, 7k, 4k, 6k, 8k, 5k, 7k, 9k. ഇത് എങ്ങനെയാണ് കിട്ടിയത്? 1, 1 വരുമ്പോൾ y-ക്ക് 1, x-ന് 1. ഈ നമ്മൾ തന്നിരിക്കുന്ന f of x കൊടുക്കുക. y-ക്ക് 1, x-ന് 1. അതുപോലെ അടുത്ത ഇതില് വരുമ്പോൾ y-ക്ക് 2, x-ന് 1. അടുത്ത y-ക്ക് 3, x-ന് 1. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. അതുപോലെ അടുത്തതിൽ വരുമ്പോൾ 1, 2 വരുമ്പോൾ y-ക്ക് 1, x-ന് 2. അതുപോലെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആകും. അങ്ങനെ ആദ്യം ടേബിൾ കംപ്ലീറ്റ് ആക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കൂട്ടി വെക്കാം. 5, 4, 3, 7, 7 ഇഞ്ചും 12k. ഇത് കൂട്ടുമ്പോൾ 12k വരും. 7, 6, 13 ഇഞ്ചും 18k വരും. ഇവിടെ നമ്മൾ കൂട്ടുക 5, 3, 8, 7, 15k വരും. ഇവിടെ 8, 6, 14, 18k വരും. ഇവിടെ 9, 16, 5, 21k വരും. അപ്പൊ ഈ സൈഡ് കൂട്ടി 12k. ഇവിടെ കൂട്ടുമ്പോൾ 9, 17, 24. ഇനി ഇങ്ങനെ കൂട്ടുമ്പോൾ 8, 9, 9, 5, 14. 2, 3, 4, 5, 54k. ഇങ്ങനെ കൂട്ടിയാലും 4, 12, 2, 14, 2, 3, 4, 5. ഇങ്ങനെ കൂട്ടിയാലും 54k. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കെ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സിഗ്മ എക്സ്, സിഗ്മ വൈ. സിഗ്മ എക്സ്, സിഗ്മ വൈ, പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1. ഇതിന് ടോട്ടൽ വരുന്ന എത്രയാണ്? 54k ആണ്. 54k is equal to 1. Therefore, k യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/50.
The value of k is equal to 1/54. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് മാർജിനൽ PDF ഓഫ് എക്സ്. മാർജിനൽ PDF ഓഫ് എക്സ് കണ്ടുപിടിക്കണം, മാർജിനൽ PDF ഓഫ് വൈ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് മാർജിനൽ PDF ഓഫ് എക്സ് എഴുതാം. മാർജിനൽ PDF ഓഫ് എക്സ്. മാർജിനൽ PDF ഓഫ് എക്സ് എഴുതുമ്പോൾ എക്സിന്റെ വാല്യൂസ് എക്സ് എത്രയാണ്? 1, 2, 3. എക്സിന്റെ വാല്യൂസ് 1, 2, 3 കറസ്പോണ്ടിങ് ഇവിടെ കിട്ടുന്ന എത്രയാണ് വാല്യൂസ്? നമുക്ക് 15k അല്ലെ? ഇവിടെ 15k, ഇവിടെ 18k, ഇവിടെ 21k. ഈ കെയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? 15/54, 18/54, 21/50. ഇത് കൂട്ടി കഴിയുമ്പോഴാണ് കിട്ടുന്ന 9, 9, 5, 14, 2, 4, 5, 54. അപ്പൊ നമുക്ക് ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്, അതായത് PX ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. അപ്പോ മാർജിനൽ PDF ഓഫ് എക്സ് കിട്ടി. മാർജിനൽ PDF ഓഫ് എക്സ് കിട്ടാനായിട്ട് എക്സിന്റെ വാല്യൂ 1, 2, 3, ദെൻ എക്സിന്റെ നേരെയുള്ള ഇവിടെ എടുക്കുക 15k, 18k, 21k. ആ വാല്യൂസ് അവിടെ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 15/54, then 18/54, 21/54. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? മാർജിനൽ PDF ഓഫ് വൈ എഴുതാം. അടുത്ത മാർജിനൽ PDF ഓഫ് വൈ എഴുതാം. മാർജിനൽ PDF ഓഫ് വൈ. മാർജിനൽ PDF ഓഫ് വൈ. അതിന് y എന്നുള്ളത് 1, 2, 1, 2, 3. Then 1ന്റെ വാല്യൂ എത്രയാണ്? 12k, then 18k, then 24k. PY ഓഫ് y എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 1/54. 12/54, 18/54, 24/54. 12/54, then 18/54/24. അപ്പോൾ മാർജിനൽ PDF ഓഫ് എക്സും കഴിഞ്ഞു, വൈ. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 കണ്ടുപിടിക്കണം. അടുത്ത പോയിന്റ് അതാണ്. ഇത് രണ്ടും കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3. എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? 1 ആണ്. 1 വരും. 1 എടുക്കാം. വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 മുതൽ മുകളിൽ 2 എടുക്കാം. അടുത്ത എന്താണ്? പി ഓഫ് എക്സ് ലെസ് ദാൻ 3 1 കഴിഞ്ഞാൽ പിന്നെ 2 ആണ്. 2 എടുക്കാം. 2 വരുമ്പോൾ എത്ര വരും? അടുത്ത് y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2 എടുക്കാം. 2 എടുക്കാം. അടുത്ത് പ്ലസ് ഇനി അപ്പോൾ എക്സ് ലെസ് ദാൻ 3 1 നമ്മൾ എടുത്തു, 2 എടുത്തു. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എഴുതി. അതുപോലെ ഇവിടെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 എഴുതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി നമുക്ക് എക്സിന് വാല്യൂ എടുക്കാൻ പറ്റില്ല, 1, 2 എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത് നമ്മൾ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 3 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ ഏതാ എടുക്കേണ്ടത്? നമുക്ക് 1 to 1 എടുക്കാം. 1, then ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരുമ്പോൾ y-ക്ക് 3 ഉണ്ട്. y3 എടുത്തു. 1, 3. ആദ്യം നമ്മൾ 2 എടുത്ത് 3 എടുത്തു. പ്ലസ് പിന്നെ നമുക്ക് എന്തെടുക്കാം? അപ്പൊ P ഓഫ് 1 to P ഓഫ് 2 to P ഓഫ് 1, 3. ഇനി അടുത്ത് എക്സിന്റെ വാല്യൂ 2 എടുക്കാം. 2 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരുമ്പോൾ ഇവിടെ 3. അപ്പൊ P ഓഫ് 2, 3. ഇങ്ങനെ ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. P ഓഫ് 1 to P ഓഫ് 2 to P ഓഫ് 1, 3, P ഓഫ് 2, 3.
നോക്കി എക്സ് ലെസ് ദാൻ 3. എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഒക്കെ ആയിരിക്കും എക്സ് എന്നുള്ളത് 1 കൊടുക്കാം 2 കൊടുക്കാം. y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ഏതൊക്കെ ആയിരിക്കും y ഈക്വൽ ടു 2 കൊടുക്കാം 3 എടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം 1 2 അത് എഴുതി, പിന്നെ 1 3 വഴി കണ്ട 1 2 1 3, പിന്നെ 2 2 2 4 കോമ്പിനേഷൻ ഉണ്ടോ 1 2 1 3 2 2 2 3 അങ്ങനെ 4 കോമ്പിനേഷൻസ്. അതായത് എക്സിന്റെ വാല്യൂ 3-നേക്കാളും ചെറുത്. 3-നേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ 1 ഉം 2 ഉം വരാം. വൈയുടെ വാല്യൂ 2-നേക്കാളും 2-ലേക്കാളും വലുതോ, അപ്പൊ 2 വരാം 3 വരാം. അപ്പൊ നമുക്ക് 1 2 എന്നുള്ള കോമ്പിനേഷൻ, 1 3 എന്നുള്ള കോമ്പിനേഷൻ, 2 2 എന്നുള്ള കോമ്പിനേഷൻ, 2 3 എന്നുള്ള 4 കോമ്പിനേഷൻ. ഇതിന്റെ വാല്യൂസ് നമ്മൾ ടേബിളിലേക്ക് നോക്കാം. ടേബിളിലേക്ക് നോക്കുമ്പോൾ 1 2 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1 വരണം, വൈയുടെ വാല്യൂ 2 വരണം. 1 2 എന്ന് പറയുമ്പോൾ എത്രയാണ് 5k. 1 2 5k. ഇനി 2 2 എന്ന് പറയുമ്പോൾ എന്താണ് 6k. 1 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1 3 എന്ന് പറയുമ്പോൾ 7k. ഇനി 2 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 8k. വാല്യൂസ് എല്ലാം ആണ് എഴുതി. അതായത് 1 2 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1 2 അപ്പോൾ 5k എഴുതി. അടുത്ത് 2 2 എന്ന് പറയുമ്പോൾ 2 2 എന്ന് പറയുമ്പോൾ 6k. അടുത്ത് 1 3 എന്ന് പറയുമ്പോൾ 7k. അടുത്ത് 2 3 എന്ന് പറയുമ്പോൾ 8k. ഇതെല്ലാം കൂട്ടുക. 6 നും 14 18 8 8 16 26 15 26 26k. 26 into കെയുടെ വാല്യൂ എത്രയാണ് 1/54. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും 26/54. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്ന എത്രയാണ് 26/54 എന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സുകളൊക്കെ ഒന്ന് വെറുതെ ആരംഭിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്തു. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ടേബിൾ വരച്ചു. വൈയുടെ വാല്യൂ 1 2 3, എക്സിന്റെ വാല്യൂ 1 2 3. അതിനുശേഷം നമ്മൾ ഈ കോളങ്ങൾ ഫില്ല് ചെയ്യാം. നമുക്ക് 9 കോളം ഫില്ല് ചെയ്യാനുണ്ട്. ഈ 9 കോളം ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ f of xy എന്ന് പറഞ്ഞാൽ k into x plus 2y ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ നമ്മൾ എക്സിന്റെ വൈയുടെ വാല്യൂ മാറ്റി മാറ്റി കൊടുത്താൽ നമുക്ക് 9 കോളം ഫില്ല് ചെയ്യാൻ പറ്റും. 1 1 എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുക്കാം, വൈക്ക് 1 കൊടുക്കാം. ഇവിടെ 2 1 എന്ന് പറയുമ്പോൾ വൈക്ക് 2 കൊടുക്കാം, എക്സിന് 1 കൊടുക്കാം. 3 ഇവിടെ 1 3 എന്ന് പറഞ്ഞാൽ വൈക്ക് 3 കൊടുക്കാം, എക്സിന് 1 കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ 9 കോളം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3k 5k 7k 4k 6k 8k 5k 7k 9k ഇൻ ടേംസ് ഓഫ് k കിട്ടും. ഇത് നമ്മൾ കോളം വൈസ് കൂട്ടുക. കോളം വൈസ് കൂട്ടുമ്പോൾ 12k, ഇത് 18k 24k, 9 വരെ 24, 7 13 18k, 5 13 12k. റോ വൈസ് കൂട്ടുക. 5 8 15k, 6 10 18k, 7 12 9 21k. അപ്പൊ റോ വൈസ് കൂട്ടുക, കോളം വൈസ് കൂട്ടുക. അതിനുശേഷം നമ്മൾ ഇത് മൊത്തം ഇങ്ങനെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം, ഒരേ വാല്യൂ കിട്ടും 54k. ഇങ്ങനെ നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും 54k. 8 9 5 4 2 3 4 5. ഇവിടെ ഇങ്ങനെ കൂട്ടുമ്പോൾ 8 4 12 4 2 3 4 5. അപ്പൊ ഇങ്ങനെ കൂട്ടിയാൽ 54k. ഇനി നമുക്ക് ഫസ്റ്റ് k കണ്ടുപിടിക്കണം. ഫസ്റ്റ് k കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് എന്താണ്, നമ്മുടെ പ്രോപ്പർട്ടി സിഗ്മ എക്സ് സിഗ്മ വൈ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ 54k എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പൊ കെയുടെ വാല്യൂ എത്രയാ 1/54. അപ്പൊ കെയുടെ വാല്യൂ. ഇനി മാർജിനൽ പി എം ഓഫ് എക്സ് കാണാം, മാർജിനൽ പി എം ഓഫ് വൈ കാണാം. എക്സ് കാണാനായിട്ട് എക്സിന്റെ ഇത് കാണാനായിട്ട് 15k 18k 21k. അതിൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാർജിനൽ പി എം ഓഫ് എക്സ് ആണ്. ഇനി വൈ കാണാനായിട്ടോ വൈക്ക് 1 2 3 എന്ന് എഴുതിയിട്ട് 12k 18k 24k എന്ന് എഴുതാം. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാർജിനൽ പി എം ഓഫ് വൈ. ഇനി എക്സ് ലെസ് ദാൻ 3, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. അപ്പൊ എക്സിന്റെ വാല്യൂ 1 2 വരും, വൈയുടെ വാല്യൂ 2 3 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണ് 1 2 വരും, അതുപോലെ 1 3 വരും, അവർ 2 2 വരും, 2 3 വരും. ഇതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിൽ നിന്ന് എടുക്കാം. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ 1 2 ന്റെ വാല്യൂ 5k വരും, അതുപോലെ 2 2 ന്റെ വാല്യൂ 6k വരും, അതുപോലെ 1 3 യുടെ വാല്യൂ 7k വരും, അതുപോലെ 2 3 യുടെ വാല്യൂ 8k വരും. ഇതെല്ലാം കൂട്ടും 8 15 6 25 26k വരും. ഈ കെയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1/54. അപ്പൊ 26/54. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇത് ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചു. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.